സോ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റിലെ എക്സാമ്പിൾ 1.2 ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. 5.74 gram of a substance occupies 1.2 centimeter cube. Express its density by keeping the significant figures in view. അപ്പോൾ ഇതും ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ക്വസ്റ്റ്യനാണ്. നമുക്ക് 5.74 ഗ്രാം മാസ് തന്നിട്ടുണ്ട്, 1.2 സെൻറ്റിമീറ്റർ ക്യൂബ് വോളിയം തന്നിട്ടുണ്ട്, ഡെൻസിറ്റിയാണ് ചോദിക്കുന്നത്. നമുക്കപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വെച്ചെടുക്കാം. അപ്പോൾ ഇവിടെ മാസിലുള്ളത് 3ഉം പിന്നെ വോളിയത്തിലുള്ളത് 2ഉം. അപ്പോൾ വോളിയത്തിലുള്ള 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് നമ്മൾ എടുക്കുന്നത്. കാരണം മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും എന്താണ് ലീസ്റ്റ്. ഓക്കെ, എഴുതി വെക്കാം. മൾട്ടിപ്ലിക്കേഷന് അല്ലെങ്കിൽ ഡിവിഷനിൽ എന്താണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്. അതുപോലെ തന്നെ അഡീഷന് ആൻഡ് സബ്സ്ട്രാക്ഷനൊക്കെ എന്താണ് അതിൻ്റെ ഡെസിമൽ പോയിൻ്റാണ് നോക്കുക കേട്ടോ. ലീസ്റ്റ് ഡെസിമൽ പോയിൻ്റാണ് ഇത് നോക്കുക. ജസ്റ്റ് മെൻഷൻ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വോളിയത്തിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്. അപ്പോൾ ഇവിടെ എടുക്കേണ്ടത് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. ഓക്കെ, അപ്പോൾ ചോദിച്ചിട്ടുള്ളത് ഡെൻസിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഈക്വേഷൻ അറിയില്ലടാ. മാസ് ബൈ വോളിയമാണ്. മാസ് എത്ര തന്നിട്ടുള്ളത്? 5.74 ഗ്രാം. പിന്നെ വോളിയം എത്ര തന്നിട്ടുള്ളത്? 1. ഇത് മൈനസ് ആണെന്നൊന്നും കരുതല് കേട്ടോ. ഓക്കെ, 1.2 സെൻറ്റിമീറ്റർ ക്യൂബ് തന്നിട്ടുണ്ട്. ഈ പോയിൻ്റ് കളയാനുള്ള ട്രിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, കാരണം ഈ കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യാതെ എൻട്രൻസിനൊക്കെ ചെയ്യുന്ന പോലെയല്ലേ, ജസ്റ്റ് ഇവിടെ ഈ പോയിൻ്റ് കളയുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഇത് എത്ര ഉള്ളത്? 74ൻ്റെ ഇവിടെ രണ്ട് നമ്പറല്ലേ, അപ്പോൾ 100 കൊടുക്കുക. ഇവിടെ എത്ര ഉള്ളത്? ഇവിടെ 1 അല്ലേ ഇതിൻ്റെ അപ്പുറത്തുള്ളത്, അപ്പോൾ ഇവിടെ ഒരു 10 കൊടുക്കുക. ഈ 10 നോക്കിയാൽ ഇവിടെ ഒരു 10 എക്സ്ട്രാ വരുന്നത്, അതവിടെ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഡെസിമൽ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് അതവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഈ 10 ഇവിടെ ബാലൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 574 ഹരിക്കണം 12. അപ്പോൾ എത്രടാ? 12, 24, 36, 48, 4 വരുന്നുണ്ട്. ബാലൻസ് എന്ന് പറയുമ്പോൾ 17 8 പോകുമ്പോൾ 9 വരും. 94 നിന്ന് വരുന്ന എത്രയാണ്? 94 നിന്ന് ഏകദേശം 12, 24, 36, 12, 24, 36, 48, 60, 72, 84. ഓക്കെ, 84 വരുന്നുണ്ട്. 7. ഓക്കെ, പിന്നെ ഇത് ബാലൻസ് 10 പോയില്ലല്ലോ. അപ്പോൾ ഇപ്പോഴാണ് ഇവിടെ ഒരു പോയിൻ്റ് വരുന്നത്. അപ്പോൾ 47 പോയിൻറ്റ് 100ൽ എത്ര വരടാ? 84 പിന്നെ ഒരു 12 കൂട്ടിയാൽ 96 അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ 8 വരും. ഈ 96 ബാലൻസ് 4 വരും. 40 പിന്നെ 12, 24, 36 വീണ്ടും അങ്ങനെ ആയിക്കാണ്. അപ്പോൾ 3 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് 47.833. ഇവിടെ നമ്മൾ ഓൾറെഡി ബാലൻസ് വെച്ചൊരു 10 ഡിവൈഡ് ബൈ 10. അപ്പോൾ ഈ പോയിൻ്റ് എന്ത് ചെയ്യും? ഇവിടെ വരും. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ 4.7833 നേടും. ഇത് നമ്മളോട് വേണ്ടത്, അതായത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ഇതിലാണ് നമുക്ക് ആൻസർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ 4.7 എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ 4.7 എന്ന് കണ്ടാണ് നിങ്ങൾ അത് ആൻസർ ചെയ്താൽ അതെന്താണ്? തെറ്റാണ്. കാരണം എന്താ? കാരണം അതിൻ്റെ നേരെ അപ്പുറത്തുള്ള സംഖ്യ ചെക്ക് ചെയ്യുക. 8 ആണ്. ഈ 8 വരുമ്പോൾ ഇവിടെ എന്താണ്? അതായത് 5ൻ്റെ മുകളിൽ വന്നാൽ ഈ ഒരു നമ്പറിൽ +1 കൊടുക്കണം. അപ്പോൾ 4.8. സോറി. ഓക്കെ, അപ്പോൾ ആൻസർ വരിക 4.8 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, ഇതാണ് ഉത്തരം. താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.